കല്യാണിൽ നിന്നും ഹാജിമലയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു 7 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ലോട്ടസ് പ്രൈവറ്റ് റിസോർട്ട് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ കല്യാണിൽ വളരെ കുറച്ച് റിസോർട്ടാണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടാണ് നമ്മുടെ ലോട്ടസ്. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അങ്ങനെ നമ്മൾ അതുവഴി അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത് വലിയൊരു മാൻതോപ്പാണ്. മാൻതോപ്പിന്റെ ഇടയിലായിട്ട് റിസോർട്ടുകൾ പല വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ട്രീ ഹൗസ് ആണ്. എന്ത് അടിപൊളിയായിട്ടാണ് 2 മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ അവർ ഹൗസ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് കാണാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹൗസസ്. അതായത് നമ്മളൊരു വീട് വെച്ച് മതിലൊക്കെ കെട്ടി താമസിക്കുന്നത് പോലെ ഇരിക്കും. കൂടാതെ ഈ ഇൻഡിവിജ്വൽ ഹൗസസിൽ സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളും കൂടെ അവർ തന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുകളിൽ കാണുന്ന ഈ വലിയ ബിൽഡിംഗ് ആണ് ഇൻഡിവിജ്വൽ റൂംസുകൾ, ഫാമിലി ഫ്ലാറ്റുകൾ, കപ്പിൾസ് റൂമുകൾ, കോൺഫറൻസ് ഹാള്, കല്യാണത്തിനും ഫംഗ്ഷനായിട്ടുള്ള ഹാള്, അങ്ങനെയുള്ളതെല്ലാം ഈ വലിയ ബിൽഡിങ്ങിലാണ് ഉള്ളത്. അവിടുന്ന് താഴേക്ക് ഇറങ്ങി ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് പോകുമ്പോഴാണ് കോട്ടേജുകൾ. വരിവരിയായി കണ്ണെത്താ ദൂരം വരെ കോട്ടേജുകളുണ്ട്. ഈ കോട്ടേജുകളുടെ മുൻവശത്തേക്ക് ഓപ്പൺ വ്യൂ വരുന്നത് നമ്മുടെ മാതാറാനിലെ മനോഹരമായ മലനിരകളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലോട്ടസിന്റെ മറുഭാഗത്തേക്ക് വരുമ്പോൾ നല്ല വലിയൊരു ഏരിയയിൽ അടിപൊളിയായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ കുളം ചെയ്തിട്ടുണ്ട്. കൂടാതെ കുളത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ് സ്പോട്ടുകൾ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് കഥ മാറാൻ പോകുന്നത്. ഞങ്ങൾ അവിടുന്ന് നേരെ റിസോർട്ടിലെ അകത്ത് റെസ്റ്റോറന്റിലോട്ട് കയറി. ശരിക്കും അകമൊക്കെ നല്ല അടിപൊളി സൂപ്പർ ഇന്റീരിയൽ. നമുക്ക് ആരായാലും കയറിയിരുന്ന് 2 ബിരിയാണി കഴിക്കാൻ തോന്നി. ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. എന്റെ മോനെ, ഇങ്ങനെ ഒരു ബിരിയാണി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഒരു വകയ്ക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ സത്യം പോലെ പറയണമല്ലോ. ഫുഡ് എന്ന് പറഞ്ഞ സാധനം ഇനി വേറൊന്നും ഞങ്ങൾ കഴിച്ചില്ല, ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷെ അത് വായിൽ വെക്കാൻ കൊള്ളത്തില്ല. മസാലയും ചിക്കനും റൈസും ഒക്കെ ജന്മശത്രുക്കളെ പോലെ പലയിടത്തായിരുന്നു. എന്തായാലും ഫുഡിന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്.